ഇത് ഭരണമായിട്ട് ഇത് മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതൊക്കെ ചെയ്ത് കൊടുത്തില്ലേ. പിന്നെ പെൻഷനൊക്കെ കൂട്ടിക്കൊടുത്ത്, പിന്നെ 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പിന്നെ 1000 രൂപ വെച്ചൊക്കെ കൊടുക്കുന്നില്ല. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ. അപ്പോൾ പിന്നെ അതിന് തുറന്ന് പോട്ടെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. നമുക്ക് പിന്നെ വേറെ ആൾക്കാരങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതാണ് നല്ലതാണ് തോന്നുന്നത്. കാരണം സർക്കാർ ഇതെല്ലാം നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് എന്ത് പറഞ്ഞുകൊണ്ട് നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞല്ലേ എങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വരില്ലേ. അതെ, എനിക്കത് പറയുന്നത്. പക്ഷേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ തന്നെ കിട്ടുന്നുണ്ട് അവർക്ക് കിട്ടാതിരുന്നിട്ട് പിന്നെ അവർക്ക് പിന്നെ 4 മാസമൊക്കെ ആകുമ്പോഴേക്കും ആ പൈസ അവർക്ക് കൊടുത്തോണ്ട്. ഇപ്പം എന്നാലും കൊടുത്തല്ലോ. ഇപ്പോൾ തന്നെ 1000 രൂപയ്ക്ക് എഴുതി കൊടുത്തിരുന്നു. അത് കുറേ പേർക്ക് കിട്ടി, കുറേ പേർക്ക് കിട്ടിയില്ല. ഇപ്പോൾ 2000 രൂപ ഇപ്പോൾ അവർക്ക് അക്കൗണ്ടിലൊക്കെ ചെന്നിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെ, ഈ ഭരണം തന്നെയാണ് നിലനിന്ന് പോകുന്നതാണ് 100% പ്രതീക്ഷ. കാരണം ഇപ്പം തന്നെ ഇടതുപക്ഷം നല്ല രീതിയിലൊക്കെ വാരിക്കോരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പെൻഷനും മറ്റുള്ള കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 3ാം ഭരണം വരുമെന്നാണ് പ്രതീക്ഷ. വേറെ ആർക്കെങ്കിലും വരാനായിട്ട് ചാൻസ് കുറവാണ്. അടുത്ത മത്സരമാണ്. ഇടതുപക്ഷം വരാനാണ് സാധ്യത. ശരിക്കും അവരുടെ ഈ 10 വർഷ ഭരണത്തിൽ തൃപ്തരാണ് കേട്ടോ. ഞാൻ തൃപ്തരാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അറിയുന്ന തൃപ്തരാണ് ഞാൻ. ഒരുപാടുണ്ട്. അതിപ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അഴിമതികളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പിണറായി സർക്കാരിൻ്റെ ഭരണം തുടരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിണറായി സർക്കാരിനെ തുടരണമെന്നാണ് എൻ്റെ അഭിപ്രായം.